നമസ്കാരം. കഴിഞ്ഞ ദിവസം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം നിയുക്ത പ്രതിപക്ഷ നേതാവ്, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ആ കൂടിക്കാഴ്ച നടത്തുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീടിന് ഉള്ളിലിരുന്നു കൊണ്ട് ഒരു ചായക്കപ്പുറം ഇരുപുറം ഇരുന്നു കൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. പ്രശ്നങ്ങൾ എപ്പോഴും രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ പൊതുവെ വ്യക്തിപരമാകാൻ സാധ്യതയില്ല. അത് എപ്പോഴും ആശയപരമായ തർക്കങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കൂടിക്കാഴ്ചയെല്ലാം കഴിയുന്നു. അവർ രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. മാധ്യമപ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിരുന്നു. കാരണം നിയുക്ത മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. തന്നെയുമല്ല, വരും ഭാവിയിൽ അവരൊരുമിച്ച് ഒരു സഭയിൽ ഇരുന്നു കൊണ്ട് ഇരുപുറം ഇരുന്നു കൊണ്ട് സീറ്റുകൾ മാത്രം മാറിയിരുന്നു കൊണ്ട് ഇരുപുറം ഇരുന്നു കൊണ്ട് തർക്കിക്കാനും വാശി പിടിക്കാനും ബഹളമുണ്ടാക്കാനും ഒക്കെ ഉള്ളതാണല്ലോ എന്നുള്ള ഒരു കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ബന്ധം. എന്നാൽ പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ സമയത്ത് ഇതിനു മുമ്പത്തെ സർക്കാർ, അതായത് കഴിഞ്ഞു പോയ 2021 മുതൽ 26 വരെയോ അല്ലെങ്കിൽ 16 മുതൽ 26 വരെയുള്ള ഒരു 10 വർഷത്തെ കാലയളവിൽ ഇടത് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്, പല പദ്ധതികളും. അപ്പോൾ അത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമോ എന്ന ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ വായിൽ നിന്നും ആ സമയത്ത് വി ഡി സതീശനോട് ചോദിക്കുകയുണ്ടായി. അതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മറുപടിയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീണത്. തീർച്ചയായും പദ്ധതികളെല്ലാം തുടരും എന്ന് തന്നെയാണ്. അതായത് ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത ഒന്നാണ്. അതിൽ മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കുന്നവർ മാറി വരുന്നു. പക്ഷേ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പദ്ധതികളും അവസാനിപ്പിക്കുകയോ നിർത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വി ഡി സതീശൻ വളരെ മനോഹരമായി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മറുപടിയായിരുന്നു പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാം, അത് അങ്ങനെ തന്നെ വേണം. ഒരു സർക്കാർ തുടങ്ങുന്ന ഒരു പദ്ധതി പകുതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു പോകുന്നതാകരുത് തൊട്ടടുത്ത സർക്കാർ. കാര്യം ഇത് മൂലമുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പദ്ധതി നിർത്തലാക്കുന്നത് മൂലമുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. ഒരു പദ്ധതി തുടങ്ങുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്ര കിട്ടും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് ആ പദ്ധതിയെ ഉപയോഗിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരാണ് പൊതുജനം. ആ പൊതുജനത്തിനും ആ പദ്ധതി അവസാനിപ്പിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ ആ പ്രതീക്ഷകളാണ് അവസാനിക്കുന്നത്. സോ ഈ വി ഡി സതീശൻ പറഞ്ഞ മറുപടി വളരെ നല്ലൊരു മറുപടി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയുടെ വായിൽ നിന്ന് വരേണ്ട മറുപടി തന്നെയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് ഇതിനു മുൻപ് ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെയെല്ലാം എതിർത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം എന്ന് നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പലപ്പോഴായി പല പദ്ധതികളും അദ്ദേഹം എതിർത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം, ആ തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അതിരൂപതക്കാർ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങി. ആ സമരം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം മർദ്ദനമേൽക്കുന്നു. അവിടുത്തെ തീരദേശവാസികളുടെ പക്കൽ നിന്നും നല്ല രീതിയിൽ മർദ്ദനമേൽക്കുന്നു. തിരിച്ചും അടിയുണ്ടാവുന്നു. അങ്ങനെ പോലീസും ആ നാട്ടുകാരും അല്ലെങ്കിൽ അതിരൂപതയിലുള്ള ആളുകളും തമ്മിലുണ്ടായ കൊടിയ സംഘർഷം, ആ സംഘർഷം കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇടത് സർക്കാരിന് കടന്നു പോകേണ്ടി വരുമോ എന്ന് പോലും ജനങ്ങൾ ഉത്കണ്ഠയോടുകൂടി ഭയപ്പാടോടുകൂടി നോക്കിയിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതൃത്വം ചെയ്യേണ്ടിയിരുന്നതായിരുന്നില്ല അന്ന് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് വി ഡി സതീശനും കെ സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ KPCC അധ്യക്ഷനും കോൺഗ്രസിൻ്റെ എല്ലാവരും ചേർന്നുകൊണ്ട് അവിടെ പാളയത്ത് വലിയ സമരപരിപാടികൾ സംഘടിപ്പിച്ചു. പാളയത്ത് ഇതേപോലെ തന്നെ അന്ന് നമുക്ക് കടകംപള്ളി സുരേന്ദ്രൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതേപോലെ ഒരു സമരം പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ വെച്ച് നടന്നിരുന്നു. എന്നാൽ ആ സമരം വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഭരിക്കുന്നത് UDF സർക്കാരായിരുന്നു. ആ UDF സർക്കാരിന് മേൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് CPM എന്നാണ്. എന്നാൽ UDF അങ്ങനെ ആയിരുന്നില്ല ചെയ്തത്. ആ പദ്ധതി നടപ്പിലാക്കരുത്, വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി അവിടെ ലത്തീൻ അതിരൂപതക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ സമര സത്യാഗ്രഹ പരിപാടികളാണ് അന്ന് UDFൻ്റെ നേതൃത്വത്തിൽ പാളയത്ത് അരങ്ങേറിയത്. നമ്മൾ കണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കേരളത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ വികസനത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് ഒരുപക്ഷെ കാരണഭൂതമായേക്കാവുന്ന ആ ഒരു പദ്ധതി നടപ്പിലാക്കരുത് എന്ന് UDF അക്കാലത്ത് ആഗ്രഹിച്ചിരുന്നു. VD സതീശൻ ആഗ്രഹിച്ചിരുന്നു. എന്തായിരുന്നു അങ്ങനെ ആ പദ്ധതി നടപ്പിലാക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം? അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എവിടെയെങ്കിലും ഞങ്ങൾ എതിർത്തിട്ടുള്ള പല കാര്യങ്ങളിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തി ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ തെറ്റില്ല എന്ന് VD സതീശൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെ ആയിരുന്നു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റുകൾ എന്ന് എപ്പോഴെങ്കിലും VD സതീശൻ അടങ്ങുന്ന പ്രതിപക്ഷ നേതൃത്വത്തിന് അക്കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ആ എതിർപ്പുകളെയെല്ലാം മറികടന്നുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ആ പദ്ധതി, വിഴിഞ്ഞം പദ്ധതി നാടിന് വേണ്ടി സമർപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ, നമുക്കറിയാം AI ക്യാമറ, ഇവിടുത്തെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് AI ക്യാമറകൾ സ്ഥാപിച്ചപ്പോൾ ഇവിടുത്തെ ലീഗുകാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് UDF അന്ന് നടത്തിയ നടപടിയായിരുന്നു ഈ AI ക്യാമറ കുട്ട കൊണ്ട് മറയ്ക്കുക എന്ന് പറയുന്ന ഒരു സമര പരിപാടി. ഇത്രയും നീചവും വൃത്തികെട്ടതുമായ ഒരു സമര പരിപാടി കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ അതിനകത്ത് അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ ആ അഴിമതി ആരോപണങ്ങൾ അപ്പാടെയും കോടതിയിൽ കൊണ്ടുപോയി തെളിയിക്കുകയും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അല്ലെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, ഇനിയല്ല മന്ത്രിമാരാണെങ്കിൽ മന്ത്രിമാർ, അവർക്കെതിരായി ഒരു ചെറിയ നടപടിയെങ്കിലും സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിനെ കൊണ്ട് കഴിഞ്ഞിരുന്നോ? അപ്പോൾ പിന്നെ എന്തിനായിരുന്നു അങ്ങനെ ഒരു പ്രഹസനം നടത്തിയത്? അപ്പോൾ അവിടെയും പ്രതിപക്ഷത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീരദേശ ഹൈവേ, എന്തുകൊണ്ടാണ് തീരദേശ ഹൈവേ എതിർക്കുന്നത്? അപ്പോൾ തീരദേശ ഹൈവേ നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. വയനാടുകാർക്ക് കിലോമീറ്റർ കണക്കിന് നീളുന്ന ആ ഒരു യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, മണിക്കൂറുകൾ കിടന്ന് കാത്തുകിടക്കേണ്ടി വരുന്ന ആ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആനക്കാംപൊയിൽ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ടൊരു നീക്കം നടത്തിക്കൊണ്ടു പോരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒഴിയുന്നതിന് തൊട്ട് മുൻപായി ആ തുരങ്കപാതയുടെ പാറ പൊട്ടിക്കൽ ചടങ്ങുകൾ ഔദ്യോഗികമായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അതും ഉദ്ഘാടനം ചെയ്തപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ആ പദ്ധതിയെയും എതിർക്കും. അപ്പോൾ കേരളത്തിൽ ഏതൊരു പ്രോജക്റ്റ് വന്നിരുന്നാലും ശരി, ഏതൊരു പദ്ധതി വന്നിരുന്നാലും ശരി, VD സതീശൻ അന്ന് ഒരു കണ്ണം തുണ്ടമായി പറയുക എന്ന് പറയും. വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഞങ്ങൾ ആ ഏത് പദ്ധതിയെയും ഞങ്ങൾ എതിർക്കും. ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി ഏകദേശം നിരവധി ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത്, ലൈഫ് മിഷൻ എന്ന് പറയുന്ന 4-5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത് ആ ഒരു പദ്ധതി തന്നെ ഞങ്ങൾ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവാണ് MM ഹസൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാം തന്നെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരുന്ന എല്ലാ വികസന പദ്ധതികളെയും എതിർത്തുകൊണ്ടിരുന്ന ഒരു കാരണം പോലും, വ്യക്തമായൊരു കാരണം പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ, ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വളഞ്ഞു കിട്ടുന്ന ചില കാരണങ്ങൾ മാത്രമല്ലാതെ പറയാൻ മറ്റൊരു ഒരു ജെനുവിനായ കാരണമില്ലാതെ എതിർത്തുകൊണ്ടിരുന്ന VD സതീശൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? ആ പദ്ധതികളൊന്നും ഞങ്ങൾ നിർത്തിലാക്കില്ല, ഞങ്ങൾ ആ പദ്ധതികളൊക്കെ തുടരും. പിന്നെ എന്തിനായിരുന്നു? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നോ ഈ രീതിയിൽ സർക്കാർ കൊണ്ടുവരുന്ന ഏതൊരു പദ്ധതിയെയും ഇങ്ങനെ ഒരു നഖശിഖാന്തം എതിർക്കുക എന്ന് പറയും, അങ്ങനെ എതിർത്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പോൾ VD സതീശൻ എടുത്തിരിക്കുന്ന നിലപാട് സ്വാഗതാർഹമാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ഭരണാധികാരി ശ്രദ്ധിക്കേണ്ടത് ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ് എന്നാലോചിക്കുക. അപ്പോൾ തീർച്ചയായും ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി അല്ലെങ്കിൽ ആ പദ്ധതി നടത്തിപ്പുമായി മുന്നോട്ട് പോകുന്നതിൽ കാര്യത്തിൽ ശക്തമായ എതിർപ്പുകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ വരായികകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ കാര്യമായ സമര പരിപാടികൾ നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കൂടി VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. നിലവിൽ എന്തായിരുന്നാലും VD സതീശൻ പറഞ്ഞ അത്തരം വാക്കുകൾ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയും VD സതീശൻ എന്ന് പറയുന്ന നിയുക്ത മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ ദൂരം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. കേരളം എന്തു തന്നെയാണെങ്കിലും കേരളം വികസനത്തിലേക്ക് തന്നെ പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം.